മുസ്തുവിന്റെ ക്രഷ് സൈഫിന്റെ ബർത്ത്ഡേ വിഷയമാണ് നടക്കാം. വിഷ് ചെയ്യൊന്നുമില്ല. കഴിഞ്ഞ കുറെ മാസമായിട്ട് കെട്ടി ഒരുങ്ങിയുള്ള പോക്ക് മാത്രം, അല്ലാതെ അവളോട് സംസാരിച്ചിട്ടില്ല. അവളൊരു ആസാമിയാണ്. 24 മണിക്കൂർ ഉള്ള കയ്യിൽ ബുക്ക് കാണാം. ബുക്കിനോട് ഭയങ്കര ഒബ്സഷനാണ്. പിന്നെ മെറ്റൽ സോങ്സിന്റെ വലിയ ഫാനാണ്. ഒരു ന്യൂസ് പേപ്പർ പോയിട്ട് സ്മഡ് പോലും വായിക്കാത്ത ഇവൻ അവളുടെ ഇൻസ്റ്റ സ്റ്റോക്ക് ചെയ്ത് അവൾ വായിക്കുന്ന ബുക്കൊക്കെ മനസ്സിലാക്കി അതിലെ ലൈൻസ് എടുത്ത് വെച്ച് കോട്ട് ഉണ്ടാക്കി ഇൻസ്റ്റയിൽ സ്റ്റോറി നോട്ട് ഇട്ടിടും. എന്തിന്? അവളോട് അങ്ങനെങ്കിലും ഒന്ന് സംസാരിക്കാം. ഡെയിലി രാവിലെ നല്ല ഭക്തി ഗാനങ്ങളൊക്കെ വെച്ച് ഐശ്വര്യമായി തുടങ്ങിയിരുന്നു. അപ്പം അതിൻ്റെ അവസ്ഥ എന്താണെന്ന് ഓഫാക്കി വെക്കണം നായേ. ഒന്ന് ഓഫാക്കി വെക്കണേ എന്റെ തല അടിച്ചാൽ മതി. ഇത് ഞങ്ങളെ എങ്ങനെ ബാധിക്കുന്നത് അറിയാം. ദിവസേന മിനിമം ഒരു 100 തവണയെങ്കിലും അവൻ സൈഫ സൈഫ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഈ സൈഫിനെ പറ്റി എന്താ പറഞ്ഞത്? പൊന്നളി ഒന്നുമില്ല. അമ്മമാരെ ഇങ്ങനെ അടിക്കാൻ സമയത്തില്ല. പോയി സൈഫയുടെ ടോബിനുണ്ടോടാ? സൈഫയുടെ പെറ്റ ഡോഗ്. ഈ ചില ആൾക്കാർക്ക് അവരുടെ ലൈഫിൽ നടക്കുന്ന ഡയറിയിൽ ഇരിക്കുന്ന പരിപാടി. അതേപോലെ നമ്മളെ ഇത് വീഡിയോ എടുത്ത് വെക്കണം. ഒരു ദിവസം ഞാനും നവീനും കൂടി ചുമ്മാ എൻ്റെ ഫോൺ കയറി ചെയ്തത് തെണ്ടിത്തരാമെന്നറിയാം. ചുമ്മാ കയറി നോക്കി. അത് കണ്ടപ്പോൾ നമ്മളെ കണ്ണ് നിറഞ്ഞു. അത് കണ്ടപ്പോൾ മനസ്സിലായി അവൻ്റെ ഇഷ്ടം എത്രത്തോളം ജനുവിനാണ്. അതുകൊണ്ട് നമ്മൾ അവനെ ഒന്ന് ഇരുത്തി സംസാരിക്കാതിരിക്കും. എന്തുപറ്റി? അർജന്റായി കാണാന്ന് പറഞ്ഞു. അല്ല, എന്നാ എൻ്റെ ഉദ്ദേശം? അല്ല, എന്തുദ്ദേശം? ചായ കുടിക്കണം. എടാ അതല്ലടാ, നിനക്ക് ഈ ഇൻട്രസ്റ്റ് അവളോട് തുറന്നു പറയാനുള്ള ഉദ്ദേശമൊന്നുമില്ലേ? എത്ര കാലം ഇങ്ങനെ പട്ടിയെ പോലെ പുറം നടക്കും. എടാ അതൊന്നും ശരിയാവത്തില്ലടാ. അവള് നോർത്ത് ഈസ്റ്റും, ഞാൻ ഒരു ടിപ്പിക്കൽ സൗത്ത് ഇന്ത്യൻ. അത് മാത്രമല്ല, എൻ്റെ അമ്മച്ചി എന്ന് പറയുമ്പോൾ ഒരു നസ്രാനി കൊച്ചിനെ കൊണ്ടേ കെട്ടിക്കത്തുള്ളൂ. അതിനിടയ്ക്ക് ഞാൻ പോയി പറയാം അമ്മച്ചിൻ്റെ അടുത്ത്, അവള് നോർത്ത് ഈസ്റ്റ് എന്നാണ്, അവള് ഹിന്ദുക്കാരിയാണ്. പക്ഷെ ഹിന്ദു ആണെന്നും. എടാ എന്നെ മടല് വെട്ടി അടിക്കും. എനിക്ക് അറിഞ്ഞൂടാ. എടാ ഒന്ന് മനസ്സിലെത്തി സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമില്ല. ഈ ഇന്റർകാസ്റ്റ് ഇന്റർഫെയ്റ്റിനെതിരെ പാരൻസ് പോകുന്നതിൻ്റെ കാരണം അവരുടെ ഈഗോയും സൊസൈറ്റൽ പ്രഷറും കൊണ്ടായിരുന്നു. എന്തായാലും നിന്റെ വീട്ടുകാർക്ക് ഇഷ്ടമല്ല, ഓളെ വീട്ടുകാർക്ക് ഇഷ്ടമായിരുന്നു. ഒന്നും സംസാരിച്ചാൽ തീരുന്നതേ ഇല്ല. പിന്നെ ഈ പാരൻസിന് ഈഗോനെക്കാട്ടിയും വലുത് സ്വന്തം മക്കളായിരിക്കും. ഒന്നും വേണ്ട, നീ അവളോടൊന്നും പോയി സംസാരിക്കും. ഞാൻ സംസാരിച്ചിട്ടൊക്കെ എപ്പോ? എടാ ഇന്നലെ അവളെ പേന താഴെ വന്നപ്പോ ഞാനാണ് അവിടെ എടുത്ത്. അവള് എന്നോട് താങ്ക്സ് ഒക്കെ പറഞ്ഞടാ. എന്നിട്ട് നീ പറഞ്ഞു വെൽക്കം. എടാ നാളെ നീ ഒരു 100 പെന്ന് വാങ്ങി അവൾക്ക് ആൽറെഡിയിൽ ഇട്ടിട്ട് താങ്ക്സ് വെൽക്കം വെൽക്കം താങ്ക്സ് പറഞ്ഞിരിക്കും. ഞാൻ പോലെ കാണാം. നാളെ നീ ഇത് കൺഫസ് ചെയ്തിട്ടല്ലാതെ പിന്നെ ഞാൻ റൂമിൽ കേട്ടത്. ഇതൊക്കെയാ നടന്നത്. ഞാൻ നാളെ കൺഫസ് ചെയ്യാതെ അമ്മമാരെന്നെ റൂമിൽ കയറ്റാൻ തോന്നുന്നില്ല. മാധവ് പറഞ്ഞതിലും കാര്യമുണ്ട്. ഈ റിലീജിയനൊക്കെ ഒരു സമയമാകുമ്പോൾ താനേ ശരിയാവണല്ലോ. അതുമല്ല ഈ ട്രഡീഷനും കൾച്ചറൊക്കെ അത് മിക്സ് ആകുമ്പോൾ അത് നൈസാണ്. നൈസാവും. എനിക്കിപ്പോൾ മോട്ടിവേഷനാണ് വേണ്ടത്. അതെവിടെ കിട്ടേണ്ടതെന്ന് എനിക്കറിയാം. ഇന്ന് കുട്ടന്റെ ദിവസമാണ്. അപ്പൊ കുട്ടൻ തന്ന ഡീറ്റെയിൽസ് വെച്ച് നോക്കുകയാണെങ്കിൽ കുട്ടന്റെ ചന്ദ്രരാശി ഋഷഭമാണ്. ഉണ്ണിയുടെ രാഹുല് ഗുരുദശ നിലവിലുണ്ട്. 2026 കുട്ടിയുടെ വ്യക്തിഗത ജീവിതത്തിൽ ഒരു സ്വർണകാലത്തിന്റെ തുടക്കമാണ്. ജനുവരിക്ക് ശേഷം വേർപാട്, റിജക്ഷൻ ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്ന ലക്ഷണങ്ങളൊന്നുമില്ല. സാധാരണ രാഹു സ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി
മോന്റെ ജാതകം അതുല്യമായ യാത്രകളും അനുഭവങ്ങളും സൂചിപ്പിക്കുന്നു. ഉണ്ണിയുടെ ഭാവിയിൽ ആവേശകരമായ ബന്ധവികസനങ്ങൾ ഉടനുണ്ടാവും. മോനൊന്നും പറയണ്ട. മോന് ചെറുതായിട്ട് വിശ്വാസക്കുറവോ ടെൻഷനോ ഒക്കെ ഉണ്ടാവുന്നറിയാം. ഞാനൊരു സാധാരണ ജ്യോതിഷനല്ല മോനെ. ഇന്ന് സിനിമയിലും ക്രിക്കറ്റിലൊക്കെ കാണുന്നവര് ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരൊക്കെ ഈ പണ്ഡിത് ഹരിനാരായണനെ കണ്ടവരും പരിഹാരം നോക്കിയവരൊക്കെയാ. അതുകൊണ്ട് മോന് ഒരു പേടിയും മേടിക്കണ്ട. എല്ലാം ഭംഗിയോടെ തന്നെ നടക്കും. ഉറപ്പ്. അപ്പം മോന്റെ ലിമിറ്റ് കഴിയിരിക്കണം. ഇനി വിശദമായ കാര്യങ്ങളൊക്കെ പിന്നെ സംസാരിക്കാം. ദയവായി ഒന്ന് റീചാർജ് ചെയ്യാം. നന്ദി, നമസ്കാരം. പണ്ടു ടോക്ക്. So here they are given to prove that this following equal to 0 if our function is identically 0 for all points within this interval. For most of the points except for some points. Let us picture this for an instance. We have our function here. But for some points, so far did you understand this? May I come in, sir? അയ്യോ, ഞാൻ ഈ ക്ലാസ്സിൽ വെച്ച ആളോട് കൺഫ്യൂസ് ചെയ്ത എന്തായിരിക്കും അവസ്ഥ? Can I get inside? ഇതെന്താ ഇങ്ങനെ? ഇത് ആദ്യമായിട്ടാണല്ലോ ഇവള് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. ഇന്ന് കുട്ടന്റെ ദിവസമാണ്. വേർപാട്, റിജക്ഷൻ ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്ന ലക്ഷണങ്ങളൊന്നുമില്ല. Let's be friends. ഞാനൊരു സാധാരണ ജ്യോതിഷനല്ല മോനെ. Hey, are you okay? Yeah. After confessing, I feel like big burden is gone. I'm feeling okay, relaxed. Actually, I thought of talking to you. Like, I saw your Instagram stories and the books you posted about and all. Our tastes seem similar. Yeah. I think you read books daily, right? Which book did you read yesterday? And you will leave it. But I wanted to tell you something. The thing is that you are a very nice guy, okay? But I want someone who is different from me. Like different interests, different taste. You understanding, right? If we both are same, then there won't be any arguments. There won't be any fun in the relationship. I want something exciting. Wait a second. I'll suggest you a book. This is my favorite. And it matches our vibe. You read it and tell me your views about it after 2 days. What's it?
അവളോട് പറഞ്ഞടാ. അപ്പൊ അവൾക്ക് സെയിം ടേസ്റ്റ് ഉള്ള ആളെ വേണ്ടെന്നൊക്കെ, നമുക്ക് ഡിഫറെൻറ്റ് ടേസ്റ്റ് ഉള്ള ആളെ വേണ്ടൊക്കെ. എത്ര നാൾ ചെയ്ത് വെറുതെ പോയില്ലേ? അത് കുഴപ്പമില്ല, നീ വിട്ടേര്. ഇതിപ്പം നമുക്കൊരു ആശ്വാസമായില്ല. എടാ വെറുതെ ഇറങ്ങി. ഇതെന്താ ബുക്ക്? നീയാ ബുക്കാ? ഇത് അവളെ ഫേവറേറ്റ് ബുക്കാന്നൊക്കെ. 2 ദിവസത്തിനുള്ളിൽ ഇത് വായിച്ചിട്ട് ഇതിനെ പറ്റി അഭിപ്രായം പറയണം. ഒരു വഴിയുണ്ട്. എന്താടാ എന്ത് വഴി? എടാ നീ ഇത് ഇവള് പറയുന്ന പോലെ കുത്തിയിരുന്ന് വായിക്കും, എന്നിട്ട് ഇതിനെ പറ്റി ഫുള്ള് നെഗറ്റീവ് പറ. നീ ഇല്ലാത്ത നെഗറ്റീവ് ഉണ്ടാക്കി പറ. അപ്പൊ അവർക്ക് മനസ്സിലാവും നിങ്ങളുടെ ടേസ്റ്റ് ഡിഫറെന്റ് ആണ്. ഈ എഫേർട്ടെല്ലാം പഠിത്തത്തിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ 6 സപ്ലൈ കഴിഞ്ഞിട്ടുണ്ട്. ബുക്ക് നാളെ കാണിച്ചു തരാം. What are your views on this book? I was so excited to know about it. Before that, my father is a big bibliophile and our tastes are also similar. He even writes books. And you know what? I told him about you. He was so excited to know about your views on this book. Should I give him a call? Okay, why not? Hello, Deota. Oh, মই হে আকৌ মোৰ লগতে তুমি কিতাপখনৰ কথা ক'ম বুলি কৈছিলে, শুনিবা? Saifa. This is the worst book I ever read in my life. This guy will get a big slap from me. This is what he calls women empowerment. In my opinion, every woman from this country should comment with this guy. Bloody fool. I'll make sure he will not pick his pen again. I will write better than him. Bloody rascal. What is he? He doesn't know about women. I only know about women more than him. Who is he? Who is he? I told you, right? Our taste was so different. Aren't you surprised? I know you're surprised. Hello, Deota. I told you, right, that my father have written some books. He is the writer of this book. I'm so sorry, Saifa. The truth is, I've been forcing myself to do things that I just don't like, just to impress you. I don't like to read books and metal songs. I can't even pronounce the artist's name. But you can tell me the truth, right? Why are you doing things just to impress someone? Do the things that make you happy, right? Yeah, I understood it now. Oh, these past few days, I'm done with all this. I just want someone who understands me, someone who understands my interests. I won't change for someone. I won't. Live it. But you put so much effort just to impress me, forgetting all of your interests. I'll think about your confession. But you need to convince my father. I'm hungry now. Let's go. Your eyes, a hand to your darkness, so you won't be afraid. When you think the night has in your mind, that inside you twisted and unkind.
Let me stand to show that you are blind. Please put down your hands, 'cause I see you. I be your mirror, reflect what you are, in case you don't know. I be the wind, the rain and the sunset, the light on your door, to show that you're home. When you think the night has seen your mind,